ദൈവത്തെപ്പോലെ പലരും വരും, പക്ഷേ അവരാരും ദൈവമല്ല. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വേണ്ടിയാണെങ്കിലോ. റഹീമിന് വേണ്ടി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബോബി ചെമ്മണ്ണൂർ ഒരു യാത്ര നടത്തി വെറും 34 കോടി രൂപ സംഭരിച്ചു. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരുപാട് സംഘടനകൾ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, ഇന്ത്യയുടെ എംബസികൾ പോലും അതിനു വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുത്തു. ഇന്നിതാ AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ നിമിഷപ്രിയയ്ക്ക് വേണ്ടി റഹീമിന് ചെലവഴിച്ചതിൻ്റെ ബാക്കി തുക അത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ റഹീമിൻ്റെ വാപ്പാടെ മനസ്സ്. ഇതൊക്കെ നമ്മൾ ഇവരിലൂടെയൊക്കെ നമ്മളെ ദൈവത്തെ കാണണം. ഓരോ വാർത്തകളുടെയും കമൻറ്റുകൾ നോക്കിയാൽ കാണാം, ഒരിക്കലും അവൾ രക്ഷപ്പെടാൻ പാടില്ല. സ്വന്തം ഭർത്താവിനെ കൊന്നു തള്ളിയ ഒരുവളല്ലേ, അല്ലെങ്കിൽ അവളെ കൊന്ന് കഷ്ണങ്ങളാക്കിയ ഒരു സ്ത്രീയല്ലേ, അവളൊന്നും രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും നിങ്ങളും കണ്ടോ അവർ കൊല്ലുന്നത്, അവർ കഷ്ണങ്ങളാക്കുന്നത് നമ്മൾ കണ്ടോ? ഇല്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഏതൊക്കെയോ മാധ്യമങ്ങളിലൂടെ എപ്പോഴോ കേട്ടൊരു വാർത്ത, യമൻ പൗരനെ കൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു, അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും കാരണം 2008 യമനിൽ പോയി ഏതോ ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ നേഴ്സിംഗ് ജോലി ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരുവളിലേക്ക് ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ വരുന്നു. അവിടുത്തെ ഒരു ക്ലിനിക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ലോക്കൽ ഒരാളുടെ സ്പോൺസർഷിപ്പ് വേണം. അങ്ങനെ അത് ഓപ്പൺ ചെയ്യുന്നു. അതിലൂടെ അവളെ ചതിക്കുന്നു, അവളെ വഞ്ചിക്കുന്നു. അങ്ങനെ അവളുമായിട്ട് കേരളം കാണാൻ വേണ്ടി വരുന്നു, കേരളത്തിൽ വന്നു, തിരിച്ചു പോകുന്നു, മറ്റുള്ള ആൾക്കാരെ ബോധിപ്പിക്കുന്നു ഞാൻ അവളെ കല്യാണം കഴിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. അതിലൂടെ പല ഉപദ്രവങ്ങളും സഹിച്ചു. ലാസ്റ്റ് ഏതോ രീതിയിൽ ഇഞ്ചക്ഷൻ വെച്ചു മരവിച്ചു, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അറിവോടെ അങ്ങനെ മരണപ്പെട്ടു. കൂടുള്ളവളാണ് ചെയ്തതെന്ന് അവൾ പറയുന്നുണ്ട്. ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവൾ ചെയ്തിട്ടില്ല, കൂടുണ്ടായിരുന്ന മറ്റൊരു പെണ്ണാണ് ഇത് ചെയ്തത്. ഒളിപ്പിക്കാനുള്ള ഐഡിയ തന്നതും അവളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം റഹീമിൻ്റെ കാര്യം എടുത്താൽ തന്നെ റഹീം നിരപരാധിയാണ്. എങ്ങനെ നിരപരാധി? അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം. പക്ഷേ റഹീം ജയിലിൽ പോകാനുള്ള കാരണം കള്ളം പറഞ്ഞിട്ടുണ്ട്. കള്ളം പറഞ്ഞിട്ടാണ് റഹീം ജയിലിൽ പോകാനുള്ള കാരണം. സത്യസന്ധത ഉണ്ടായിട്ടും രക്ഷപ്പെടണം പേടി കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്താ ചെയ്ത്? മുഖത്തേക്ക് തുപ്പിയ അനസ് എന്ന് പറയുന്ന ഒരു ബാലൻ്റെ അവിടുത്തെ സൗദി പൗരനെ മുഖത്തേക്ക് അദ്ദേഹം കൈവച്ചു. അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം എടുക്കുന്ന ഒരു കുഴൽ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ ബാലൻ ആ അനസ് എന്ന് പറയുന്ന സൗദി പയ്യൻ മരിക്കുന്നത്. തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അനസ് ഇതും ഒരു കൊലപാതകമാണ്. പക്ഷേ ഇത് 2 രാജ്യങ്ങളായതുകൊണ്ട് നിയമങ്ങളിൽ മാറ്റമുണ്ട്. ദയാധനം സ്വീകരിക്കാമെന്ന് സൗദിയിലെ ആ അനസിൻ്റെ കുടുംബം സമ്മതിച്ചു. ആ കേസിനിടയിൽ അനസിൻ്റെ പിതാവ് മരണപ്പെട്ടു. അതൊക്കെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചർച്ചയിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ, നാളെ അവർ ദയാധനം വേണം എന്ന് പറഞ്ഞാൽ റഹീമിന് കൊടുത്തതുപോലെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും, അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ജനങ്ങളെല്ലാവരും ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്ന് ആ ഒരു ദയാധനം സംഭരിച്ചു കൊടുക്കും. പക്ഷേ ഈ കടന്നു പോകുന്ന ദിവസങ്ങളിൽ അവർ ഈ കേസിനോടൊത്തു ചേർന്ന് ചർച്ചകൾ തീരുമാനിച്ച് ഇത്രയും നാളുകളായി നടന്നുകൊണ്ടു പോകുന്ന ഈ ഒരു കേസ് ഇപ്പോഴും കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രമുഖർ, രാഷ്ട്രീയ പ്രമുഖരും ഇന്ത്യയുടെ മന്ത്രിമാർ, ഇന്ത്യയുടെ എംബസി, ഇവരെല്ലാം വിചാരിച്ചിട്ടും ഇങ്ങനെയുള്ള ചർച്ചകൾ പലതും നടന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു നിർണായക ഘട്ടം വന്നിട്ടില്ല. അപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ അതൊരു ഒന്നൊന്നര അത്ഭുതം തന്നെ ആയിരിക്കും. കാരണം ഒരു ജീവൻ, ഒരു ജീവിതം, ഒരു തിരിച്ചുവരവ്, അത്
അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന രണ്ടാം ജന്മം എന്ന് വേണം പറയാം. ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത് അവർ നിരപരാധിയാണ് എന്ന് അവിടെ തെളിയിക്കാൻ കഴിയുന്നില്ല, ഒന്നാമത്തത് കാര്യം. രണ്ടാമത്തത് ഇവർ ആ ഒരു രാജ്യത്തെ എഗ്രിമെൻറ്റുകൾ മറ്റൊരാളുമായിട്ട് പാർട്ണർഷിപ്പിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പം അവിടെ എഴുതി വെക്കുന്ന എഗ്രിമെൻറ്റിൽ എന്തൊക്കെയാണ് എഴുതുന്നതെന്ന് അവർക്കത് അന്ന് അറബി അറിയാൻ വയ്യാത്തത് കാരണം അവർക്കത് മനസ്സിലായില്ല. ഇതെല്ലാം മറ്റൊരു മലയാളികൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കൊരു പാഠമാണ്. നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിയമപരമായിട്ട് അവിടെ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് സർക്കാർ ജോലിക്കാരുമുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അവിടെയൊക്കെ ഒന്ന് പോയി എന്താണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ ഒപ്പിട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ നമ്മളെയൊക്കെ പോലുള്ള ഓരോ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള കെണികളിൽ അകപ്പെട്ടു പോകും. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലും ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾ ഈ തെളിയിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എന്ത് തെറ്റിനാണ് ഞാൻ ജയിലിൽ കിടന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. ഈ ഒരു ദയാധനം ഇപ്പം സൗദിയുടെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിപ്പം ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല. തൂക്കുകയറിൽ കയറ്റുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ആൾക്കാർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനു മുമ്പും ഒരുപാട് കേസുകളിൽ ഒരുപാട് പേരെ സൗദി പൗരന്മാർ തന്നെ ദയാധനം കൊടുത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖർ, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ബിസിനസ്സുകാർ തന്നെ ദയാധനം കൊടുത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും വലിയ ന്യൂസുകളായിട്ടില്ല, വാർത്തകളായി വന്നിട്ടില്ല. ഈയൊരു കാര്യം വാർത്തയാവാൻ ഉള്ള കാരണം വാർത്തകളിലും ചാനലുകളിലെല്ലാം സ്വന്തം ഭർത്താവിനെ കൊന്ന് ടാങ്കിലിട്ട കേരളത്തിലെ ഒരു വനിത എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഹൈലൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഫുള്ള് ഫേമസ് ആവാൻ കാരണം. അതല്ലെങ്കിൽ ഇതാരും അറിയില്ല. വരും ദിവസങ്ങളിലെ വാർത്തകളെല്ലാം സന്തോഷം പകരുന്നതാവട്ടെ. ഇനിയും എൻ്റെ കേരളം തലയുയർത്തി തന്നെ നിൽക്കട്ടെ.